വണ്ണവും വയറും ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ ഉള്ള ആളുകൾക്കുണ്ടല്ലോ രാവിലെ തന്നെ കുമ്പളങ്ങയില്ലേ, കുമ്പളങ്ങ നമ്മൾ മോരുകറിയിലേക്ക് ഇട്ട് വെക്കുന്ന കുമ്പളങ്ങ, അത് നിങ്ങൾക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന കൊഴുപ്പുകൾ കുറയ്ക്കാൻ പറ്റും, കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും, വയറ് വണ്ണം കുറയ്ക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യുക. യൂറിക് ആസിഡ് കുറയാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. 4 ദിവസം കഴിച്ചാൽ മതി. യൂറിക് ആസിഡ് ഉള്ളവർക്ക് കുറയും കേട്ടോ. അപ്പം ഇത് വണ്ണം വയറൊക്കെ ഉള്ള ആളുകൾ ഇത് രാവിലെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പം ഇത് നമ്മളിതിങ്ങനെ രാവിലെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വയറ് നിറഞ്ഞ്, നമ്മൾ തണ്ണിമത്തങ്ങ ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ തോന്നത്തില്ലേ, ആ ഒരു ഫീലിംഗ് നമുക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ് ഇങ്ങനെ അടിച്ച് കുടിക്കുമ്പോൾ കിട്ടും കേട്ടോ. ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹമൊക്കെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് വലിയ കഷ്ണം എടുക്കണ്ട, നമുക്കൊരു ചെറിയൊരു പീസ് എടുത്താൽ മതി. നമുക്ക് രാവിലെ ഒരു ഗ്ലാസ് അല്ലേ കുടിക്കുന്നത്, അപ്പോൾ ഈ രാവിലെ നിങ്ങൾ കഴിക്കുമ്പം രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. കൊളസ്ട്രോളൊക്കെ പെട്ടെന്ന് കുറയും കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം രാവിലെ തന്നെ നിങ്ങളിതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് മാറിയതായിട്ട് തോന്നുകയും ചെയ്യും, വയറും നിറയും. നമ്മൾ ഭക്ഷണം കുറേയൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ വയറും വണ്ണം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും, കൊളസ്ട്രോളും കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിങ്ങനെ രാവിലെ ഓടാനൊക്കെ പോയിട്ട് വരുന്ന ടീംസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ കഴിച്ചു കേട്ടോ. ചെറിയൊരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ദഹന പ്രശ്നങ്ങളും വയറ് കമ്പിക്കലും, ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ ഗ്യാസ് ഇങ്ങനെ കയറിയിട്ട് വയറ് കമ്പിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്യാസിന് മാത്രമല്ല നമുക്ക് വയറിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത അമിതമായിട്ടുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫാറ്റ് പറയാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരു ഇഞ്ചി. ഈ ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് കഴുകിയതാട്ടോ, ഞാൻ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 2-3 തണ്ട് കറിവേപ്പില ഇട്ടാലും നല്ലതാണ്. കൊഴുപ്പ് കുറയാൻ നല്ലതാണ് ശരീരത്തിൽ. കൊളസ്ട്രോൾ കുറയാനായിട്ട് ബെസ്റ്റാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ ഒരു ഐറ്റം ഉണ്ടാവും ഈ ഒരു കറിവേപ്പില. ഇനി നമുക്ക് ഇതിന് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുനാരങ്ങയില്ലേ, ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുക്കണം കേട്ടോ. ഫുൾ എടുക്കണ്ട, പകുതി എടുത്താൽ മതി. നിങ്ങളിതൊരു ഒരാഴ്ചയൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കൊക്കെ കൊളസ്ട്രോൾ കുറഞ്ഞേക്കുന്നത് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഇതുപോലെ തൊലി കളഞ്ഞിട്ട്, ചെറുനാരങ്ങയുടെ തൊലി കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ വലിയ മിക്സിയുടെ ജാർ എടുക്കരുത്, ചെറിയ മിക്സിയുടെ ജാർ എടുക്കാവുള്ളൂ. എന്നാലാണ് നല്ല രീതിയിൽ അത് അരഞ്ഞ് വരത്തുള്ളൂ. വലിയ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ കിടന്ന് കറങ്ങുള്ളൂ, ആ കുമ്പളങ്ങയൊക്കെ ശരിക്കും അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് അടിച്ചിരിക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതുപോലെ അങ്ങനെ അടിച്ചെടുത്തോ. കുമ്പളങ്ങയിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഏകദേശം 1 ഗ്ലാസോളം വെള്ളം കിട്ടും. പിന്നെ ഒരുപാട് വെള്ളമാക്കി ലൂസാക്കി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നിങ്ങളിത് അരിക്കണ്ട കേട്ടോ. ചെറിയൊരു കഷ്ണം പീസൊക്കെ ഇങ്ങനെ കുമ്പളങ്ങയൊക്കെ കിടന്നു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ നിങ്ങളിത് കഴിച്ചോ. അപ്പോൾ രാവിലെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് ലോസ് നോക്കുന്ന ആളുകൾക്ക് ഇത് രാവിലെ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയും, വയറ് കുറയും, വണ്ണം കുറയും, കൊളസ്ട്രോൾ കുറയാനായിട്ടും ബെസ്റ്റാണ്. യൂറിക് ആസിഡ് ഉള്ളവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇനി എന്തെങ്കിലും രീതിയിൽ എല്ലാ അസുഖത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.